പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും നന്ദിയുണ്ട്. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ദൈവനാമകത്തപ്പെട്ടെ. ഞാൻ രാവിലെ ബൈബിളിൽ നിന്ന് ഒരു മെസ്സേജ് ഇടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗസ്ഥനായ പിതാവെ, സ്തുതിക്കുന്ന മകത്തും പിതാവെ, എന്നീ രാവിലെ സമയം ദൈവത്തോട് പ്രാർത്ഥിക്കും. യഹോവയായ ദൈവം ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ദൈവമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് മനസ്സിനെ പ്രാർത്ഥിക്കുന്നു. ഈ പാപം നിറഞ്ഞ ലോകത്താണല്ലോ ജീവിക്കുന്നത്. പിതാവെ, ലോകത്തിൻ്റെ പാപത്തിലോ ശാപത്തിലോ വീഴാതെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക. ദൈവം ഞങ്ങളെല്ലാവരെയും സഹായിക്കണം, അനുഗ്രഹിക്കണം, മാനിക്കണം, ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. നല്ലൊരു മെസ്സേജ് ഇടുവാൻ ദൈവം സഹായിക്കണം. ദൈവം ജനത്തോട് സംസാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുറവുള്ളവരും ബലഹീനരുമാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ താഴ്ത്തിയിരിപ്പിക്കുന്നു. ദൈവനാമകത്തപ്പെടുവാൻ ദൈവം സഹായിക്കണം. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ബൈബിളിൽ നിന്നൊരു വചനം ചിന്തിക്കാം. യേശു ഒരു നാട്ടിലായിരിക്കുമ്പോൾ അവിടെ യേശു തറയിലിരിക്കുകയാണ്. തറയിരുന്നു കൊണ്ട് യേശു മണ്ണിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞാൽ അന്ന് ചെയ്യുന്ന പാപത്തിൻ്റെ ശിക്ഷയെന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലുക. കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളൊരു പ്രവൃത്തിയാണെന്ന് അവിടെ കാണുന്നത്. നമ്മൾ മനുഷ്യരെല്ലാം പാപികളാണ്. നമ്മളാരും വിശുദ്ധന്മാരോ വലിയ നീതിമാന്മാരല്ല. നമ്മളെല്ലാവരുടെ ജീവിതത്തിലും കുറവുകളും എല്ലാവരുടെ ജീവിതത്തിലും തെറ്റുകളുണ്ട്. നമ്മളാരും വിശുദ്ധന്മാർ, എല്ലാവരുടെ ജീവിതത്തിലും തെറ്റുകളും കുറവുകളും എല്ലാം ഉണ്ട്. നമ്മളെ നാട്ടിൽ ഒരുപാട് പാലങ്ങൾ വന്നു, ഒരുപാട് പുരോഗമനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കെട്ടിടങ്ങൾ വന്നു, നല്ല നല്ല വണ്ടികൾ വരുന്നു, നല്ല നല്ല പ്രോഡക്റ്റുകൾ വരുന്നു. നമ്മളെ സുന്ദരനാക്കാനും സുന്ദരിയാക്കാനും നമ്മളെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും നമുക്ക് ശരീരം വലുതാക്കുവാനും അങ്ങനെ എല്ലാത്തിനും വേണ്ടി ഒരേ പ്രോഡക്റ്റുകൾ നമ്മളെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കും. പുതിയ പ്രോഡക്റ്റുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ എല്ലാം നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മനുഷ്യൻ്റെ പാവം മാറാൻ വേണ്ടി, പാവത്തെ മാറ്റാൻ വേണ്ടി ഇതുവരെ ഒരു പ്രോഡക്റ്റുകളും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ പാവങ്ങൾ എങ്ങനെ മാറും? നമ്മുടെ പാവം പൂർണ്ണമായി മാറാൻ ഇവിടെ ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ടുമില്ല, ഇനി ഒന്നും കണ്ടുപിടിക്കത്തുമില്ല. ഇപ്പോൾ നമ്മുടെ പാവങ്ങൾ മാറണമെങ്കിൽ നമ്മൾ പൂർണ്ണമായി യേശുവിനെ വിശ്വസിക്കണം, യേശുവിൻ്റെ വചനമനുസരിക്കണം. യേശുവിൻ്റെ വചനമനുസരിച്ച് കർത്താവേ, എന്നിൽ വരണമേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഞാൻ പാവിയാണ്, എൻ്റെ തെറ്റുകൾ ദൈവം ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ തെറ്റുകളെ ദൈവം ക്ഷമിക്കും. നമുക്കൊരു വിടുതൽ. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ ഹൃദയത്തിൽ വരുമ്പോൾ നിനക്കൊരു രൂപാന്തരം ഉണ്ടാകും, നിനക്കൊരു വിടുതലുണ്ടാകും. അല്ലാതെ നിൻ്റെ പാവത്തെ മാറ്റാൻ വല്ല നേർച്ചയോ കാഴ്ചകളോ മറ്റുള്ള പ്രോഡക്റ്റുകളോ ഒന്നും കിട്ടത്തില്ല. കാര്യം നമ്മളെ പാവം മാറണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കണം. യേശുവിൻ്റെ വചനങ്ങൾ നമ്മൾ അനുസരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പാവം നമ്മുടെ ഹൃദയത്തിൽ മാറിക്കും. യേശു തന്നെ ക്രൂശിൽ യാഗമായി തീർന്നു. യേശുവിൻ്റെ അവസാനമുള്ള രക്തം വരെ നമ്മളെ പാവങ്ങൾ കഴുകിക്കളയാൻ വേണ്ടി യേശു ഊറ്റിക്കുന്നു. അപ്പോൾ യേശു ഇവിടെ മണ്ണിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ പാപം ചെയ്ത ഒരു സ്ത്രീയെ കുറേ ആൾക്കാർ പിടിച്ചുകൊണ്ടുവന്ന് പറയുകയാണ്, യേശുവെ, ഇവൾ പാപം ചെയ്തു, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നമ്മളെ നിയമപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവൾ ചെയ്ത തെറ്റുകൾ, ഇവൾ അനേക വർഷം കൊണ്ട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവൾ ചെയ്ത തെറ്റിനെ പിടിക്കപ്പെട്ടപ്പോൾ ആൾക്കാരെല്ലാം കൂടെ പിടിച്ചോണ്ടെന്നിട്ട് പറയുകയാണ്, യേശുവെ, ഇവൾ പാപം ചെയ്തു, ഇവളെ നമ്മളെ നിയമപ്രകാരം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വാക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ ഇവളെ കൂട്ടത്തിൽ പണ്ട് കാലത്ത് അല്ലെങ്കിൽ നേരത്തെ എപ്പോഴൊക്കെ ഇവിടെ കൂട്ടത്ത് ജീവിച്ച ആൾക്കാരും ഇവിടെ കാണുമായിരുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടെ വിളിച്ചോണ്ടെന്നാണ് പറയുന്നത്, ഇവൾ പാപം ചെയ്തു, ഇവളെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ സഹോദരന്മാരെ, നമ്മളാരും വിശുദ്ധന്മാരല്ല, നമ്മളാരും നീതിമാന്മാരുമല്ല. എല്ലാവരുടെ ജീവിതത്തിലും തെറ്റുകളും കുറവുകളും ഉണ്ട്. നമ്മളെല്ലാം പാപികളാണ്. നമ്മളെ ബ്ലഡിൽ പാവമുണ്ട്. നമ്മളെ ബ്ലഡിലെ പാവം മാറണമെങ്കിൽ നമ്മൾ യേശുവിനെ പൂർണ്ണമായി വിശ്വസിക്കണം, യേശുവിൻ്റെ വചനങ്ങൾ അനുസരിക്കണം. യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പാവങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകും. അല്ലെങ്കിൽ നമ്മളെ പാവം മാറാൻ വേണ്ടി ഒരു പ്രോഡക്റ്റുകളും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി വല്ല നേർച്ചകളോ കാഴ്ചകളോ കൊടുത്താലും നമ്മളെ പാപം നമ്മളിൽ നിന്ന് മാറിപ്പോകും. നമ്മുടെ പാവം മാറണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കണം.
ഇവിടെ പറയാണ്, യേശുവെ ഇവൾ പാപം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഇവൾ നമ്മളെ നിയമപ്രകാരം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പോൾ യേശു അവിടെ ചോദിക്കുകയാണ്, നിങ്ങളിൽ പാപം ഇല്ലാത്തവർ ഇവളെ കല്ലെറിയും. നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയും. അപ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവരെന്ന് പറഞ്ഞ് ഇവളെ എറിയാൻ പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും കൊണ്ടുവന്ന കല്ലുകളെ, ഇവളെ വലിയ താല്പര്യത്തോടെ ഇവളെ എറിയാൻ കൊണ്ടുവന്ന കല്ലുകളെ അവരെല്ലാം താഴെയിട്ടിട്ട് എന്ത് ചെയ്തു? അവരെല്ലാം മടങ്ങി. കാര്യം അവിടെ പാപം ചെയ്യാത്ത ആരുമില്ല, എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു. പാപം ചെയ്യാത്ത ഒരു വ്യക്തി പോലുമില്ല. അപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്നെ ആരും വിധിച്ചിട്ടില്ലേ? ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ ഇനി പാപം ചെയ്യരുത്. സഹോദരങ്ങളെ, നമ്മൾ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാപത്തിൽ വീഴാൻ പാടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു, ഒരുപാട് തെറ്റിൽ കൂടെ നമ്മൾ ജീവിച്ചു. നമ്മൾ ഇനി കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ പാപം ചെയ്യാൻ പാടില്ല. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കണം. എന്നിട്ടും ഒരുപാട് പല വ്യക്തികളും പള്ളിയിൽ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ജീവിതത്തിൽ പിന്നെ എന്തുകൊണ്ട് തെറ്റുകൾ സംഭവിക്കുന്നു, എന്തുകൊണ്ട് പിന്നെ പാപം സംഭവിക്കുന്നു? പള്ളിയിൽ പോകുന്ന ഒരുപാട് അച്ഛന്മാരുണ്ട്, ഒരുപാട് പാസ്റ്റർമാരുണ്ട്, ഒരുപാട് വിശ്വാസികളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പാപം സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അവർ പൂർണ്ണമായി യേശുവിനെ ഏറ്റെടുത്തിട്ടില്ല. പൂർണ്ണമായി അവരുടെ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കാത്തതുകൊണ്ടാണ് പിന്നെയും അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്ന കാര്യം. യേശുവിനെ പൂർണ്ണമായി സ്വീകരിച്ചിട്ടില്ല, യേശുവിൻ്റെ വചനങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നില്ല, അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല. വചനം പഠിപ്പിക്കുന്നു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വ്യാധി വിട്ടുപോകില്ല. അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, നമ്മൾ ഉപവാസമെടുക്കണം. ഉപവാസമൊക്കെ എടുത്തെങ്കിൽ മാത്രമേ ഈ പാപത്തിൻ്റെ പോരുകൾ നമ്മളിൽ നിന്ന് പൂർണ്ണമായി മാറിപ്പോണമെങ്കിൽ യേശുവിനോട് പ്രാർത്ഥിക്കണം, ഉപവാസമെടുക്കണം, ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പാപം പൂർണ്ണമായി നമ്മളിൽ നിന്ന് മാറിപ്പോകും. അല്ലാതെ പാപം മാറിപ്പോകാൻ യാതൊരു പാങ്ങുമില്ല. സഹോദര സഹോദരി, നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾ പല സ്ഥലങ്ങളും യാത്ര ചെയ്തു പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ കുടുംബജീവിതത്തിന് വേണ്ടി ചെയ്യുന്നു. അച്ഛന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തു, ഒരേ കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ജീവിക്കുന്നു. എന്നാലും ചില സാഹചര്യത്തിൽ നിങ്ങൾ തെറ്റ് ചെയ്തു പോകുന്നു. നിങ്ങളിപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലത്ത് പുരുഷന്മാരിരിക്കുന്നുണ്ട്, പുരുഷന്മാരിരിക്കുന്നിടത്ത് സ്ത്രീകളും ഇരിക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മളെ പുരുഷന്മാരെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ അടുത്തിരിക്കുന്ന സ്ത്രീയോട് നമ്മൾ മോശമായി സംസാരിക്കുകയും നമ്മളെ കൈകൾ അവരുടെ ശരീരത്തിൽ തൊടാൻ പോകുന്ന കാര്യം നമ്മളെ ബ്ലഡിനകത്ത് പാപമുള്ളതുകൊണ്ട് ഈ പാപം നമ്മൾ ഉള്ളിക്കകത്ത് കിട്ടും. ഈ പാപം നമ്മൾ ഉള്ളിക്കകത്ത് കിട്ടുമ്പോഴാണ് സ്ത്രീകളെടുത്ത് നമ്മൾ മോശമായി പെരുമാറി, മോശമായി സംസാരിക്കുകയും അവരെ ഉപദ്രവിക്കാൻ പോകുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലഡിനകത്ത് പാവമുണ്ട്. ഈ പാവമുള്ളത് കൊണ്ടാണ് അവരുടെ മോശമായി സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ മോശമായി അവരുടെ ഇടപെടുന്ന കാര്യം നമ്മളെ ബ്ലഡിൽ പാവമുള്ളത്. അപ്പോൾ നമ്മളെ പാവം മാറണമെങ്കിൽ പൂർണ്ണമായി യേശുവിനെ വിശ്വസിക്കണം, യേശുവിൻ്റെ വചനങ്ങൾ അനുസരിക്കണം, യേശുവിനെ ഹൃദയത്തിൽ ധരിക്കണം. ധരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പാവം മാറിപ്പോകും. പലരും ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് വിശ്വാസികൾ, ഒരുപാട് പാസ്റ്റർമാർ, ഒരുപാട് പള്ളിയിലെ അച്ഛന്മാർ എല്ലാം ഉണ്ട്. അവരുടെ എല്ലാവരുടെ ജീവിതത്തിൽ പാപം കടന്നുകൂടുന്ന കാര്യം അവരാരും പൂർണ്ണമായി യേശുവിനെ വിശ്വസിച്ചിട്ടില്ല, അവരാരും പൂർണ്ണമായി ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നില്ല. ഇവരെല്ലാവരും ഞാനായാലും തന്നെ എൻ്റെ ജീവിതത്തിലും തെറ്റുകൾ വരുന്നെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ ദൈവത്തോട് അടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറവുകളും എല്ലാം വരുന്നത്. എങ്കിലും ദൈവത്തോട് നമ്മൾ എത്ര അടുത്തിരുന്നാലും നമ്മളെ വഴിതെറ്റിക്കാൻ പൈശാചികം ഒരേ ഒരു തെറ്റുകൾ കൊണ്ടിട്ട്, ഒരേ മോശ പ്രവൃത്തികൾ കൊണ്ടിട്ട്, ഒരേ മോശ കാര്യങ്ങൾ നമ്മളെടുത്ത് പറഞ്ഞ് നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വരും. എങ്കിലും ദൈവത്തോട് അടുത്ത് പ്രാർത്ഥിച്ച്, ദൈവമേ എന്നെ തെറ്റിലേക്ക് വീഴാതെ എന്നെ ദൈവം സൂക്ഷിക്കണമേ. ഒരുപാട് പരാജയങ്ങൾ ജീവിച്ച് വരുന്നു. ഇവിടെ നിന്നെല്ലാം ദൈവം എന്നെ രക്ഷിച്ച്, ദൈവമേ ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നെ സൂക്ഷിക്കണമേ, ദൈവം എന്നെ അനുഗ്രഹിക്കണേ പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് നമ്മൾ കണ്ണീരോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വിടുതൽ.
നമുക്ക് പ്രാർത്ഥനയില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ ദൈവത്തോട് അടുക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരുന്നത്. ദൈവത്തോട് അടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഉപവാസത്താലും പ്രാർത്ഥനയാലും ഈ വ്യാധി മാറിപ്പോകും എന്ന് ദൈവത്തെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തോട് അടുത്തിരുന്ന നമ്മുടെ തെറ്റുകളെല്ലാം ദൈവം ക്ഷമിക്കും. പിന്നെ നമ്മൾ പാവത്തിൽ വീഴാതെ ദൈവം നമ്മളെ സൂക്ഷിക്കും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് സഹോദര, നിന്റെ ബ്ലഡിലെ പാവം കാരണം നിന്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ പറ്റുന്നു, ഒരുപാട് കുറവുകൾ സംഭവിക്കുന്നു, ഒരുപാട് കുടുംബ ജീവിതങ്ങൾ നശിച്ചു പോകുന്നു, ഇല്ലാതായി പോകുന്നു. എന്തുകൊണ്ട്? നിന്റെ ബ്ലഡിൽ കിടക്കുന്ന പാവം. നിന്റെ ബ്ലഡിൽ കിടക്കുന്ന പാവമുള്ളത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അടിയും വഴക്കെല്ലാം ഉണ്ടാവുന്ന കാര്യം നിന്റെ ബ്ലഡിലുള്ള പാവം. ഈ പാവം മാറണമെങ്കിൽ നീ പൂർണ്ണമായി യേശുവിനെ വിശ്വസിക്കണം, യേശുവിൻ്റെ വചനങ്ങൾ അനുസരിക്കണം, പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ പാപങ്ങൾ മാറിപ്പോകും. അല്ലാതെ നമ്മുടെ പാപം മാറാൻ വേണ്ടി ഒരു പ്രോഡക്റ്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, ഒരു സംഘടനകൾ ഇതിനുവേണ്ടി രൂപാന്തരപ്പെട്ടിട്ടില്ല. അപ്പോൾ പാപം മാറണമെങ്കിൽ യേശുവിനെ വിശ്വസിക്കണം, യേശുവിൻ്റെ വചനം അനുസരിക്കണം. വചനപ്രകാരം ജീവിച്ചാലേ നിന്റെ പാപം മാറിപ്പോകും. നീ പോണെടുത്തെല്ലാം നിന്റെ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി തെറ്റുകൾ ചെയ്യുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ നിന്റെ ബ്ലഡിൽ പാവമുണ്ട്. ഈ പാവം മാറുവാൻ നീ യേശുവിനെ വിശ്വസിക്കണം. യേശുവിൻ്റെ വചനമനുസരിച്ചാൽ നിന്റെ കുടുംബജീവിതത്തെ ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ മാനിക്കും. അപ്പോൾ ഇവിടെ സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീ, നിന്നെ ആരും വിധിച്ചില്ലയോ? ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഇനി നീ പാവം ചെയ്യരുത്, ഇനി നീ പാവം ചെയ്ത് കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യങ്ങളെല്ലാം നീ മറന്നു കളയുക. ഇനി നീ പാവം ചെയ്യാൻ പാടില്ല. സഹോദരങ്ങളെ, ഇനി നമ്മൾ പാവം ചെയ്ത് ദൈവത്തെ അറിഞ്ഞെങ്കിൽ, ഇനി നമ്മൾ പാവം ചെയ്ത് ദൈവത്തിന് അതിനനുസരിച്ച് ജീവിക്കുക. ദൈവത്തെ അറിയാത്ത ജനങ്ങൾ ദൈവത്തെ അറിയാൻ ശ്രമിക്കുക. പലതും പള്ളി പോകുന്ന പല ആൾക്കാരും തെറ്റുകൾ ചെയ്യുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ അവർ ദൈവത്തോട് അടുക്കുന്നില്ല, അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ട് അവരെ പൈശാചികൻ അത് വെച്ച് മുതലെടുത്ത് അവരെ കൊണ്ട് തെറ്റുകൾ ചെയ്യുന്നു. പലരും ക്രിസ്തുവിൽ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്, ക്രിസ്തുവിൽ ജീവിക്കുകയല്ല. ക്രിസ്തുവിൽ നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വരും. സഹോദരങ്ങളെ, ക്രിസ്തുവിൽ അഭിനയിക്കാതെ ക്രിസ്തുവിൽ ജീവിച്ചാൽ, ആത്മീയമായി വളർന്നാൽ, ആത്മീയമായി നിലനിന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉന്നത വിജയമുണ്ടാവും, ഉന്നത അനുഗ്രഹങ്ങളുണ്ടാവും. സഹോദരങ്ങളെ, ക്രിസ്തുവിൽ ആളെ അഭിനയിക്കാതെ ക്രിസ്തുവിൽ ജീവിക്കാൻ ശ്രമിക്കുക, ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരിക്കുക, ക്രിസ്തുവിനോട് അടുത്തിരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഉപവാസമെടുക്കുക, ദൈവത്തോട് ആളെ പറ്റിച്ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ടാവൂ, ഒരു അനുഗ്രഹം ഉണ്ടാവൂ. നമ്മൾ ജീവിക്കുന്നത് പാപം നിറഞ്ഞ ലോകത്താണ്. ഇവിടെ പാവത്തിൻ്റെ കണികളിലല്ലാതെ മറ്റൊന്നും ഇവിടെ കാണാൻ കഴിയുന്നില്ല. എങ്ങോട്ട് നോക്കിയാലും പാവപ്രവൃത്തികളും മോശ സംസാരങ്ങളും മോശ പ്രവൃത്തികളും നമ്മൾ ഈ ഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ പാവം നിറഞ്ഞ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ പാവത്തിൽ ലഭിച്ചു പോവാതെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്ത് കടക്കാൻ കഴിയും. സഹോദരങ്ങളെ, നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ ആത്മാവിൽ ശാന്തി കിട്ടാനാണ് പലരും ബലിയിടുന്നതും നേർച്ചകൾ ചെയ്യുന്നതും കാഴ്ചകൾ ചെയ്യുന്നതും. അവരുടെ വർഷം തോറും അവരുടെ ഈ മരണ ദിവസങ്ങൾ ആഘോഷിക്കുന്ന കാര്യം അവർ ആത്മാവിന് ശാന്തി കിട്ടാനാണ്. സഹോദരങ്ങളെ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊന്നും നമ്മുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നില്ല. നമ്മൾ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമനുസരിക്കണം, വചനപ്രകാരം ജീവിക്കേണ്ട. മദ്യം കഴിക്കാൻ പാടില്ല, പുകവലിക്കാൻ പാടില്ല, അരിയടിക്കാൻ പാടില്ല, അരിയിടിക്കാൻ പാടില്ല. അങ്ങനെ ഒരു മോശ പ്രവൃത്തികളും നമ്മൾ ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആത്മാവിന് ശാന്തി കിട്ടുന്നില്ല. ശാന്തി കിട്ടണമെങ്കിൽ നമ്മൾ വിശുദ്ധി ജീവിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ വിഭാഗം പറയുന്നു, എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും, നിന്നെ വിടിയിപ്പാൻ ആരും ഉണ്ടാവത്തില്ല. ദൈവം ഈ ഭൂമിയിൽ ഒരിടത്തും വസിക്കുന്നില്ല. ഒരു മനുഷ്യൻ്റെ കൈപ്പണിയായ ഒരു കൂടാരങ്ങളിലും ദൈവം ഈ ഭൂമിയിൽ ഒരിടത്തും വസിക്കുന്നില്ല. ദൈവം പറയുന്നു, എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും, നിന്നെ വിടിയിപ്പാൻ ആരും ഉണ്ടാവത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം മനുഷ്യൻ്റെ ശരീരമാണ്. ദൈവം വസിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്താണ്. അല്ലാതെ ഈ ഭൂമി കാണുന്ന മനുഷ്യൻ്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിലും കൈപ്പണിയായ കൂടാരങ്ങളിലും യേശു വസിക്കുന്നില്ല. ദൈവം വസിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. ദൈവം ഒന്നേയുള്ളൂ, അത് യേശുവാണ്. സത്യം ഒന്നേയുള്ളൂ, അത് യേശുവാണ്. വഴി ഒന്നേയുള്ളൂ, അത് യേശുവാണ്. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനമനുസരിക്കാതെ ഈ ലോകത്തിൻ്റെ പാപം ചെയ്ത്
നമ്മളെ ഇഷ്ടമനുസരിച്ച് അടിച്ചു പൊളിച്ച് സുഖിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയും. പക്ഷേ ആ ഒരു ജീവിതം ഇപ്പോഴും സന്തോഷമാണെങ്കിലും പിന്നീട് വലിയൊരു തോരാത്ത കണ്ണുനീരിലോട്ട് മാറിപ്പോകും. തോരാത്ത കണ്ണുനീരാവും. നീ എത്ര കരഞ്ഞാലും നീ തീരത്തില്ല, എത്ര ദുഃഖിച്ചാലും അത് തീരത്തില്ല, എത്ര പറഞ്ഞാലും തീരത്തില്ല. സഹോദരങ്ങളെ, അല്പം കഷ്ടമാണെങ്കിലും, അല്പം ബുദ്ധിമുട്ടാണെങ്കിലും, അല്പം പ്രയാസമാണെങ്കിലും, അല്പം വിഷമമാണെങ്കിലും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ട്. ആ അനുഗ്രഹത്തിലേക്ക് കടക്കുവാൻ ഈ ഭൂമിയിലെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ ഒരു ദാസൻ തന്നെ പറയുന്നു, ഈ ഭൂമി കാണുന്നതെല്ലാം ചപ്പും ചവറുമൊന്നും നമ്മൾ എണ്ണണം. ഒന്നുമല്ല. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് വചനമനുസരിക്കാം. വലിയൊരു അനുഗ്രഹം ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ നമുക്ക് ഒരു വലിയൊരു വിടുതൽ അയക്കാൻ പറ്റും, വിടുതൽ കിട്ടാൻ ഇടയാവും. സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തിന് വചനമനുസരിച്ച് ജീവിക്കുക. ലോകത്തിൻ്റെ പാവങ്ങൾ വീഴാതെ ദൈവത്തിന് വചനമനുസരിച്ച് ജീവിക്കുക. ഒരിക്കൽ ഞാൻ ഒരു സഹോദരനോട് ഞാൻ സംസാരിച്ചപ്പോൾ ആ പുള്ളി എന്നോട് പറയുകയാണ്, ഞാൻ ഇന്നടുത്താണ് ജോലി, എനിക്ക് അവിടെ എന്താണ് ജോലി എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ആൾക്കാരെ അവരെന്തെങ്കിലും മോശ പ്രവൃത്തികൾ ചെയ്താൽ അവരെ അടിക്കുക, അവരെ ഇടിക്കുക, ഇതാണ് എൻ്റെ ജോലി. ഞാൻ പറഞ്ഞു, ഈ ചെയ്യുന്നതെല്ലാം തെറ്റല്ലേ, നിങ്ങളോട് ദൈവം ക്ഷമിക്കുമോ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം പാവമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പുള്ളി പറയുകയാണ്, ഞാൻ ഇവിടെ ഇന്ന സ്ഥലത്തൊരു മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട്, ആ മാതാവിൻ്റെ പള്ളിയിൽ പോയി ഒരു നേർച്ചയും ചെയ്ത് കുറേ മെഴുകുതിരികൾ വാങ്ങിച്ച് കത്തിച്ചു വയ്ക്കുമ്പോൾ ആ പാവങ്ങളെല്ലാം ദൈവം ക്ഷമിക്കും. സഹോദരങ്ങളെ, അങ്ങനെ മാതാവ് പാവത്തെ ക്ഷമിക്കാൻ കഴിയുന്നൊരു ദൈവമല്ല, ഒരു ഒരു സ്ത്രീയാണ്. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം അവരുടെ കൂടെ ഉള്ളതുകൊണ്ട് യേശുവിനെ അവൽ കൂടെ തെറ്റിച്ചെന്ന് മാത്രമേ ഉള്ളൂ. യേശുവിൻ്റെ അമ്മയായ സ്ത്രീ അവർ ദൈവമല്ല, അവർ ഒരു മനുഷ്യമായ ഒരു സ്ത്രീയാണ്. അവർ നല്ലൊരു സ്ത്രീയാണ്. അവർ യേശുവിനെ പ്രസവിച്ചു, അവർ യേശുവിനെ സ്നേഹിച്ചു, അവർ യേശുവിനെ വളർത്തി വലുതാക്കി. പക്ഷേ ദൈവത്തിന് നമ്മുടെ പിതാവായ ദൈവത്തിന് തൻ്റെ പ്രവൃത്തികൾ നിറവേറാൻ, തൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ, തൻ്റെ പ്രവൃത്തികൾ ഭൂമിയിൽ നിന്നും ഒരു ഉന്നത വിജയത്തിന് കൊണ്ടുവരുവാൻ വേണ്ടി യേശുവായ ദൈവത്തെ ഭൂമിയിൽ അയച്ചു. ഈ മാതാവിൽ കൂടെ ആ യേശുവിനെ പ്രസവിക്കാനിടയായി. ആ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് പാപമോചനമുണ്ട്. യേശുവിൽ കൂടെ അല്ലാതെ നമുക്ക് വിടുതലില്ല, യേശുവിൽ കൂടെ അല്ലാതെ നമുക്ക് രക്ഷയില്ല. ആ മാതാവ് ദൈവമല്ല, മാതാവ് നല്ലൊരു മാതാവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, യേശുവിൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനമനുസരിക്കുക. വചനപ്രകാരം ജീവിച്ചാൽ നമുക്ക് സ്വർഗരാജ്യത്ത് കടന്നു പോകാൻ കഴിയും. നമ്മളെ അടുത്ത ആഴ്ച എന്താവും നമുക്കറിയത്തില്ല, നമ്മുടെ അടുത്ത മാസം എന്താവും അറിയത്തില്ല, നമ്മുടെ അടുത്ത വർഷം എന്താവും അറിയില്ല. ഇനി 2 മണിക്കൂർ കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയത്തില്ല. സഹോദരങ്ങളെ, ഇതെല്ലാം അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. സഹോദരൻ, ഇതെല്ലാം അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു. നിന്റെ അടുത്ത നിമിഷം എന്താവും നിനക്കറിയത്തില്ല, പക്ഷേ ഇതെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവത്തോട് അടുത്തിരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്നാൽ ദൈവം നിന്നെ രക്ഷിക്കും, ദൈവം നിന്നെ വിടുവിക്കും. ഭാര്യ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു കുടുംബമായി ഫാമിലിയായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ദൈവം നിങ്ങളുടെ ജീവിതത്തിലും വലിയൊരു അനുഗ്രഹം കാണുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും മാനിക്കട്ടെ. ആമേൻ.